നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം ഗവൺമെന്റ് നിറവേറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് എന്ന വളരെ പ്രധാനപ്പെട്ട ആയുധം നിർമ്മിക്കാൻ പോകുന്നു. ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നതും ഈ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിന്റെ ആവശ്യകത എന്ത്, ചൈനയെ ആക്രമിക്കാൻ നമുക്ക് എത്ര സബ്മറൈൻസ് ആണ് ആവശ്യം, കൂടാതെ ഈ സബ്മറൈൻസ് നിർമ്മിക്കാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് നമ്മുടെ പക്കലുണ്ടോ, ഇത് നിർമ്മിക്കാൻ എത്ര വർഷമെടുക്കും, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം, ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കടലിലുള്ള ഒരു 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നതിനെ പറയാം. ഈ സബ്മറൈൻസ് ഇതിനും മറ്റു സബ്മറൈൻസിനുമുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം, ഇത് വെള്ളത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. ആ സബ്മറൈനുള്ളിലെ സൈനികർക്ക് ഭക്ഷണം, വെള്ളം ഇവയെല്ലാം ആവശ്യം വരും എന്നുള്ളപ്പോൾ മാത്രം പുറത്തേക്ക് വന്നാൽ മതി. അതൊഴികെ നോക്കിയാൽ കടലിനുള്ളിൽ എപ്പോഴും ഇവയ്ക്കായിരിക്കാൻ സാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സബ്മറൈൻസിലെല്ലാം ന്യൂക്ലിയർ റിയാക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ തുടക്കത്തിൽ ഒരു സബ്മറൈൻ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്മറൈൻസിന് പവർ നൽകാനായി ഒരു ബാറ്ററി സെറ്റ് ചെയ്യും. ഈ ബാറ്ററിക്ക് ചാർജ് കൊടുക്കാൻ ഒരു ഡീസൽ മോട്ടോർ വെച്ചിട്ടുണ്ടാകും. ഇപ്പോ ഈ ഡീസൽ മോട്ടോർ പ്രവർത്തിക്കുകയാണെങ്കിൽ സബ്മറൈനെ വെള്ളത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, അത് മുകളിൽ തന്നെ ആയിരിക്കണം. കാരണം ഡീസൽ മോട്ടോറിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുകയെല്ലാം പുറത്തേക്ക് തള്ളണം. അതിനാൽ വെള്ളത്തിന് മുകളിൽ വെച്ച് ഈ ഡീസൽ മോട്ടോറിനെ പ്രവർത്തിപ്പിക്കുകയും അതുവഴി ബാറ്ററി ചാർജ് ആയതിനു ശേഷം വെള്ളത്തിനുള്ളിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ സബ്മറൈൻസിനെ പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇപ്പോ ഇങ്ങനെയുള്ള സബ്മറൈൻസിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ചില മണിക്കൂറുകൾ മാത്രമേ അവയ്ക്ക് വെള്ളത്തിനുള്ളിലായിരിക്കാൻ സാധിക്കൂ. മറ്റുള്ള സമയമെല്ലാം വെള്ളത്തിന് മുകളിലേക്ക് വരണം. അങ്ങനെ മുകളിലേക്ക് വന്നാൽ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ സബ്മറൈൻസിനെ കണ്ടുപിടിച്ചതിനെ വേട്ടയാടാൻ സാധിക്കും. ഇതായിരുന്നു തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സബ്മറൈൻസിന്റെ വലിയൊരു പ്രശ്നം. ഇപ്പോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ മാറി എന്ന് നോക്കിയാൽ, അമേരിക്ക ന്യൂക്ലിയർ റിയാക്ടർ സബ്മറൈനുള്ളിൽ ഘടിപ്പിച്ചത് കാരണം മാറാൻ തുടങ്ങി. ഈ ന്യൂക്ലിയർ റിയാക്ടർ ഹീറ്റ് എക്സ്ചേഞ്ച് വഴി ഇലക്ട്രിസിറ്റി തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുക പുറത്തേക്ക് വരില്ല. കൂടാതെ ഈ കടൽ വെള്ളം വഴി തന്നെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളപ്പോൾ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരേണ്ട ആവശ്യമേ വരില്ല. അപ്പോ കടലിനുള്ളിൽ നിന്നും മുകളിലേക്ക് വരാൻ പറ്റാത്ത ഒരു സബ്മറൈനെ കൊണ്ട് കടലിനുള്ളിൽ ഒളിച്ചിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകളെ നശിപ്പിക്കാൻ സാധിക്കും. കൂടുതലായും ഒരു ഡീസൽ മോട്ടോർ വഴി ബാറ്ററി ചാർജ് ചെയ്ത് ആ ബാറ്ററി ഉപയോഗിച്ച് സബ്മറൈന് പവർ നൽകുകയാണെങ്കിൽ ആ എനർജിയും ഒരു ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ ആ സബ്മറൈൻസിന്റെ വേഗത എന്നതും വളരെ കുറവായിരിക്കും. എന്നാൽ ന്യൂക്ലിയർ റിയാക്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി പോലെ അല്ലാതെ നമുക്ക് ഒരുപാട് എനർജി കിട്ടും. ഒരു ചെറിയ സൈസിൽ തന്നെ ഒരുപാട് എനർജി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേഗതയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ വേഗത കൂടുതലാണ്. കൂടാതെ ഈ സബ്മറൈൻസിൽ സെൻസേഴ്സ്, സിസ്റ്റംസ്, ആയുധങ്ങൾ ഇങ്ങനെ കൂടുതൽ എടുത്തുകൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ലോകത്തിൽ ആരെങ്കിലും ബ്ലൂ വാട്ടർ നേവി കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ അവരുടെ പക്കൽ തീർച്ചയായും ഉള്ള ഒരു ഫ്ലീറ്റാണ് ഈ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിന്റെ ചരിത്രം നോക്കാം. ഇന്ത്യ പല വർഷമായി ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവയെല്ലാം റഷ്യയുടേതാണ്. റഷ്യയുടെ പക്കൽ നിന്നും 10 വർഷത്തെ ലീസ് എടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ അറ്റാക്ക് സബ്മറൈൻസിനെ ഓപ്പറേറ്റ് ചെയ്തത്. റഷ്യയുടെ അക്യുല ക്ലാസ് സബ്മറൈൻസ് ആണ് ഇവയെല്ലാം. യുഎസിന് ശേഷം ലോകത്തിൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ള അറ്റാക്ക് സബ്മറൈൻസ്, കൂടാതെ ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസ് ആരുടെ പക്കൽ ഉണ്ടെന്ന് നോക്കിയാൽ അത് സോവിയറ്റ് യൂണിയൻ, റഷ്യയുടെ പക്കലാണ്. യുഎസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഈ സബ്മറൈൻ ഇത് അത്ര ഡെഡ്ലി അല്ലെന്ന് തോന്നിയാലും യുഎസിനെ മാറ്റിവെച്ച് ലോകത്തിലുള്ള മറ്റ് കൺട്രീസിന്റെ സബ്മറൈൻസുമായി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ക്വയറ്റായി ഡെഡ്ലി ആയ സബ്മറൈൻ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ സബ്മറൈൻസ് വാങ്ങി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ 2 ശത്രുക്കൾക്കും ഈ സബ്മറൈൻസ് ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം ഈ റഷ്യൻ സബ്മറൈൻസിന്റെ ടെക്നോളജിയെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി ഒന്നും ഈ 2 പേരുടെ പക്കലുമില്ല. ചൈനയുടെ പക്കലുമില്ല, പാകിസ്ഥാന്റെ പക്കലുമില്ല. ഇപ്പോ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് എല്ലാം 1970കളിൽ സോവിയറ്റ് യൂണിയൻ, റഷ്യ വെച്ചിരുന്ന സബ്മറൈൻസിന് സമാനമായിട്ടുള്ളവയാണ്. അത്രത്തോളം അതിന് ശബ്ദമുണ്ടെന്ന് അമേരിക്ക ഒരു റിസർച്ചിലൂടെ തന്നെ കണ്ടുപിടിച്ചു. കാരണം ചൈനയെ ചുറ്റി അമേരിക്ക നേവൽ ബേസസ് വെച്ചിട്ടുണ്ട്. ചൈന ഒരു ചെറിയ യുദ്ധക്കപ്പൽ അനക്കിയാൽ പോലും അമേരിക്കയ്ക്ക് അതറിയാൻ സാധിക്കും. അപ്പോൾ ചൈനയുടെ സബ്മറൈൻസിനെ എല്ലാം ട്രാക്ക് ചെയ്ത് അവരുടെ സബ്മറൈൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എങ്ങനെ പോകുന്നു എന്നുള്ളത് പോലും അമേരിക്ക കറക്റ്റായി നിരീക്ഷിക്കുന്നുണ്ട്. ശരി, ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മുടെ പക്കൽ ന്യൂക്ലിയർ സബ്മറൈൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2021 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി കോൺട്രാക്ട് അവസാനിച്ചു. അതിനാൽ മൂന്നാമതായി നമ്മൾ അക്യുല ക്ലാസ് റഷ്യയിൽ നിന്നും റെന്റ് എടുക്കാനായി അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു 6 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ജയശങ്കർ ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ പുടിനുമായി നടത്തിയിരുന്നു. മന്ത്രിയും അടുത്തിടെ പോയതിൽ ഇതിനെക്കുറിച്ചുള്ള ഡീൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡിലേ ആകുന്നതിന് പ്രധാന കാരണം നമുക്കറിയാവുന്ന ഈ റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. ശരി, ഇപ്പോൾ ഈ ഒരു ഒറ്റ സബ്മറൈനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ
ഒരു മെയിൻ കാരിയർ ബാറ്റിലിനുള്ളിൽ തന്നെ നുഴഞ്ഞു കയറി യുദ്ധമുണ്ടാക്കാൻ കഴിയുന്ന ക്യാപ്പബിൾ ആയ ഒരു ആയുധമാണിത്. ഇപ്പോ ഈ ന്യൂക്ലിയർ അറ്റാക്ക് സമ്മേളൻ റഷ്യയിൽ നിന്നും മാത്രം വാങ്ങാൻ സാധിക്കില്ല. റഷ്യയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്സിസ് ഡീൽ വഴിയോ ഇന്ത്യക്ക് അറ്റാക്ക് സമ്മേളൻ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷെ ആക്സിസ് ഡീലിൽ അവർ നമ്മൾ ഉൾപ്പെടുത്തിയില്ല. അതിനാൽ നമ്മൾ തന്നെ ആഭ്യന്തരമായി SSBN നിർമ്മിച്ചിട്ടുണ്ട്, അതായത് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സമ്മേളൻ. അങ്ങനെ ന്യൂക്ലിയർ അറ്റാക്ക് സമ്മേളനം നിർമ്മിക്കാമല്ലോ എന്ന് കരുതി നമ്മൾ ആ പദ്ധതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സമ്മേളനം എന്നത് വളരെ വ്യത്യസ്തമാണ്. ന്യൂക്ലിയർ അറ്റാക്ക് സമ്മേളനം എന്നതും ടോട്ടലി ഡിഫറെന്റ് ആണ്. കോർ കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കിയാൽ ബാലിസ്റ്റിക് മിസൈൽ സമ്മേളനം ശത്രുക്കൾക്ക് അടുത്തു പോകാൻ പാടില്ല, അവരിൽ നിന്ന് മാറി നിൽക്കണം. എന്നാൽ അറ്റാക്ക് സമ്മേളനം എന്നത് ശത്രുക്കളുടെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറണം. ഇപ്പോ ഈ രണ്ടിന്റെയും ഡിസൈൻ ഫിലോസഫി എടുത്ത് നോക്കിയാൽ ആദ്യത്തേതിൽ ശബ്ദം, അതായത് ഈ സമ്മേളനുള്ളിലെ കോമ്പണൻസ് ഉണ്ടാക്കുന്ന ശബ്ദം അതുണ്ട്, പക്ഷെ അത് അത്രത്തോളം വലിയൊരു പ്രശ്നമല്ല. ഈ സമ്മറൈൻ ആ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽസിനെ താങ്ങി പിടിച്ചുകൊണ്ട് കടലിനടിയിൽ തുടർന്ന് 6 മാസം അല്ലെങ്കിൽ 1 വർഷമോ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി. എന്നാൽ അറ്റാക്ക് സമ്മറൈൻ അങ്ങനെയല്ല. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ആയാലും അല്ലെങ്കിൽ ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ആയാലും ഭാവിയിൽ നമുക്ക് ശത്രുവായി ആര് മുളച്ചു വന്നാലും അവരുടെ എയർക്രാഫ്റ്റ് കാരിയർ ഗ്രൂപ്പിനുള്ളിൽ ഇവർക്കെല്ലാം നടുവിൽ നമ്മൾ ഡൂപ്പായി പ്രവർത്തിക്കണം. ഇപ്പോ ഈ ന്യൂക്ലിയർ അറ്റാക്ക് സമ്മറൈൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ശാന്തമായിരിക്കണം. യാതൊരു ശബ്ദവും ഒരല്പം പോലും ഈ സമ്മറൈനിൽ നിന്നും പുറത്തു വരാനേ പാടില്ല. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു കാറോ ബൈക്കോ വാങ്ങുകയാണെങ്കിൽ തുടക്കത്തിൽ യാതൊരു പ്രശ്നവും കാണില്ല, യാതൊരു ശബ്ദവും കാണില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും, ഉപയോഗം കൂടുന്തോറും അതിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങും. ഈ ശബ്ദത്തിനെല്ലാം കാരണം എന്താണെന്ന് നോക്കിയാൽ കോമ്പണൻസ് പഴയതാകുന്നു. കോമ്പണൻസ് പഴയതാകുമ്പോൾ ഒന്നിനൊന്നുള്ള കണക്ഷൻസ്, നട്ട്, ബോൾട്ട് എല്ലാം ലൂസ് ആവുകയും ഇങ്ങനെ ആവശ്യമില്ലാത്ത ശബ്ദമെല്ലാം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ബൈക്കിനുള്ളിൽ തന്നെ ചില 1000 മൂവിംഗ് പാർട്സേ ഉള്ളൂ. അത് തന്നെ പഴയതാകുമ്പോൾ ഇത്രത്തോളം ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിൽ സമ്മറൈനിൽ പല കോടി മൂവിംഗ് പാർട്സ് ഉണ്ട്. അതെല്ലാം പഴയതാകും തോറും എത്രത്തോളം ശബ്ദം പുറത്തു വരും. അപ്പോൾ ഒരു സമ്മറൈൻ നമ്മൾ നിർമ്മിച്ച് അവസാനിച്ച് ആദ്യത്തെ ചില വർഷങ്ങൾ മാത്രമേ, അത് പുതിയതുപോലെ ആയിരിക്കുമ്പോൾ മാത്രമേ അത് ശബ്ദമുണ്ടാക്കാതിരിക്കുകയുള്ളൂ. ഈ വർഷങ്ങൾ കഴിഞ്ഞു പോയാൽ അതിനെ വീണ്ടും ക്വയറ്റാക്കുക എന്നുള്ളത് വലിയൊരു ജോലിയാണ്. ഇതാണ് അമേരിക്ക നന്നായി ചെയ്യുന്നത്. അമേരിക്ക അവരുടെ ന്യൂക്ലിയർ അറ്റാക്ക് സമ്മറൈൻസിനെ പണിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെയാണ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുള്ള കാരണം ഒരു നട്ട്, ബോൾട്ട്, ഓരോ ഇൻസ്ട്രുമെന്റ്, എല്ലാ കാര്യങ്ങളിലും അവർ പ്രാധാന്യം കൊടുത്ത് എല്ലാം കൈകാര്യം ചെയ്യും. ഇതുകൂടാതെ പ്രൊപ്പൽഷൻ ടെക്നോളജി, പിന്നിലുള്ള പ്രൊപ്പല്ലർ, അതും ശബ്ദം പുറപ്പെടുവിക്കും. അത് എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതും ഡിസൈൻ ചെയ്ത് ചില മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊപ്പല്ലർ ഡിസൈൻ പറയുകയാണെങ്കിൽ റഷ്യ വളരെ മുൻപിലാണ്. എന്നാൽ സമ്മറൈൻസിനുള്ളിലെ ഈ കോമ്പണൻസ് ഈ പ്രൊപ്പല്ലർ ഡിസൈൻ പോലെ അത്ര മികച്ചതായില്ല. എന്നാൽ അമേരിക്കയുടെ സൈഡിൽ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് സമ്മറൈനെ വളരെ കൃത്യമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോ ഈ സമ്മറൈൻസ് എല്ലാം നമ്മൾ തികച്ചും ക്വയറ്റായി നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരും. അതെങ്ങനെയുള്ള മാറ്റം എന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് ലോങ് റേഞ്ച് ബാറ്റിൽ മിഷൻസിൽ പങ്കെടുക്കാൻ സാധിക്കും. അതായത് ചൈനയ്ക്ക് എതിരെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം കഴിഞ്ഞ് സൗത്ത് ചൈന സീക്കുള്ളിൽ കടന്ന് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോ ഇന്ത്യയിൽ സമ്മറൈൻ കാപ്പബിലിറ്റി എന്നത് ന്യൂമറിക്കൽ വൈസ് കുറവാണ്, എങ്കിലും ടെക്നോളജി ഓറിയന്റഡിൽ നമ്മൾ ഒരു നല്ല സ്ഥാനത്താണുള്ളത്. ചൈനയുടെ ആന്റി സമ്മറൈൻ വാർഫെയർ വളരെ ലാഗാണ്, നമുക്കും താഴെയാണ് അവരുള്ളത്. ആന്റി സമ്മറൈൻ എന്ന് പറഞ്ഞാൽ സമ്മറൈൻസിനെ ലൊക്കേറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന ആ ഒരു വാർഫെയർ ആണ്. അതിനാവശ്യമായ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ പക്കലുള്ള P8 പോസൈഡൻ പോലുള്ള ക്യാപ്പബിൾ പ്ലാറ്റ്ഫോം ഒന്നും ഇപ്പോഴും ചൈനയുടെ പക്കൽ ഇല്ല. അപ്പോൾ സമ്മറൈൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അവയെ അറ്റാക്ക് ചെയ്യുന്ന ക്യാപ്പബിലിറ്റി നമ്മുടെ പക്കൽ ബെസ്റ്റ് ആണ്. അവർ നമ്മുടെ കടലിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പക്കൽ ഡീസൽ ഇലക്ട്രിക് സമ്മറൈൻസ് ഉണ്ട്, അതുപയോഗിച്ച് നമ്മൾ അവയെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അവർ നമ്മുടെ കടലിൽ വരുന്നത് പോലെ നമ്മൾ അവരുടെ കടലിനുള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ പക്കൽ ന്യൂക്ലിയർ അറ്റാക്ക് സമ്മറൈൻസ് തന്നെയാണ് ആവശ്യം. ഇപ്പൊ പലരും ചോദിക്കാം, ഈ സമ്മറൈൻസ് നിർമ്മിക്കാൻ ഇത്രയേറെ പണം ചിലവാക്കുന്നതിന് പകരം ഒരു എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കാമല്ലോ എന്ന് ഒരുപാട് പേർക്ക് ചോദ്യം വരാം. എയർക്രാഫ്റ്റ് കാരിയർ എന്നത് ഒരു മൂവിംഗ് $1 ബില്യൺ ടാർഗറ്റ് എന്ന് പറയാം. കാരണം ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ ആദ്യമായി ആക്രമിക്കാൻ തീരുമാനിക്കുന്നത് ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെ ആയിരിക്കും. അതേ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അവരും നമ്മളിൽ അതായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മളും അവരിൽ അത് തന്നെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്മറൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല പദ്ധതി തന്നെയാണ്. അത് തന്നെയാണ് നേവിയും തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ ആദ്യത്തെ ഫേസിൽ 2 എണ്ണമായിരിക്കും പുറത്തു വരിക, പിന്നീട് അത് 6 ആയി കൂട്ടും. ആദ്യത്തെ പ്രൊഡക്ഷൻ എപ്പോൾ അവസാനിക്കും, മുഴുവനായും എപ്പോൾ പുറത്തിറങ്ങും എന്ന് ചോദിച്ചാൽ
ഒരു 10 വർഷം എടുക്കും. കാരണം അതിന് ഒരുപാട് പ്രോസസ് ഉണ്ട്. അതെല്ലാം കടന്നു വരുമ്പോൾ തീർച്ചയായും 10 വർഷങ്ങൾ കഴിയും. അതുവരെയും റഷ്യൻ സബ്മറൈൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. എന്തായാലും ഇന്ത്യയുടെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിന്റെ പദ്ധതി എങ്ങനെ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ അഡീഷണൽ ആയി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ പറയുക, മറ്റുള്ളവരും അറിയട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.